നിങ്ങളെ ഫോർത്ത് അവർ നിങ്ങളെ ഫോർത്ത് അവറിൽ ഇത് हाँ सर. So last class we had been discussing about one second. So last class we discussed about specific speed of a centrifugal pump. It was equivalent to what? The speed of a geometrically similar pump which is supposed to deliver 1 cubic meter of liquid per second against a head of 1 meter. And we arrived at a relation which will give us the value of specific speed. After specific speed, we discussed about priming. What was priming? Agash and Agash. Agash illa. Dharmesh illa. Dharmesh. Can you switch on the mic, Dharmesh? Dharmesh. ധർമ്മേഷ് മൈക്ക് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യോ? ധർമ്മേഷ് കാർത്തിക് സർ കാർത്തിക് പ്രൈമിംഗ് എന്തായിരുന്നു? പ്രൈമിങ് മോട്ടറിൽ വെള്ളം കയറിയാൽ മോട്ടറിൽ എയർ കയറിയാൽ വെള്ളം ഒഴിച്ചിട്ട് ഓഫാക്കിയ മൈക്ക് ഓഫാക്കിയ അല്ല റിമൂവൽ ഓഫ് എയർ പ്രോസസ്. സരുൺ രാജീവ് സാർ പ്രൈമിംഗ് എന്തായിരുന്നു? റിമൂവൽ ഓഫ് എയർ പ്രോസസ്. എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദാറ്റ്? അവസാനത്തെ ഒന്നുകൊണ്ട് ചെറിയ ടോപ്പിക്സ് ബാക്കിയുണ്ട്. ഇത് കോൺസ്റ്റന്റ് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് പക്ഷെ ചോദിച്ചിട്ടുണ്ട്. അത് അതേപോലെ നിങ്ങൾ വരക്കുക, എഴുതുക, അതാണ് ചെയ്യേണ്ടത്. ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് കംപ്ലീറ്റ് ഗ്രാഫ്സ് ആണ്. യു ഹാവ് ടു പ്ലോട്ട് എ ഫ്യൂ ഗ്രാഫ്സ്. അതിൽ മേജർ ആയിട്ട് 3 ഗ്രാഫുകളാണ്. ഒന്ന് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, graph which plots curves related to main characteristics. The main characteristic curves. First one. Second one,
operating characteristic curves. This is the second part. The third one, constant efficiency curves. ഇതിനെ തന്നെ മറ്റൊരു പേര് കൂടി പറയും, മുഷൽ curves എന്ന് പറയും. MUSCHEL, മുഷൽ curves. കോൺസ്റ്റന്റ് എഫിഷ്യൻസി curves മുഷൽ curves എന്ന് പറയും. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം അതിൽ എക്സ്പ്ലെയിൻ, മറ്റേ ഞാൻ നോട്ടായിട്ട് അതിൽ അപ്ലോഡ് ദ നോട്ട്സ് ഉണ്ട്. അത് നോക്കാം. സിമ്പിൾ ആണ്. ജസ്റ്റ് യു ഹാവ് ടു understand how the graphs are plotted, and you have to write a few sentences about each curve. Main characteristics curves and the see first one, right? These curves of a centrifugal pump consist of variation of certain factors. Now idakke nammal ee characteristic curves nu parna endha, the characteristic curves nu parna are those curves which are plotted from the results of a number of tests on a centrifugal pump. നമ്മുടെ ലാബിലൊക്കെ സെൻട്രിഫ്യൂഗൽ പമ്പ് നിങ്ങൾ ഈ സെമിസ്റ്ററിൽ ഇഫ് യു ദർ ഡൂയിങ് ദി ആക്ച്വൽ ലാബ്സ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഈ പമ്പ്സിന്റെ മേലെ നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് ടെസ്റ്റ് നടത്തും, പല രീതിയിൽ പല കണ്ടന്റ്സ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പം സ്പീഡ് ഓഫ് പമ്പ്, ഡിഫറെന്റ് സ്പീഡിൽ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഓരോന്നിന്റെ വേരിയേഷൻ എങ്ങനെ വരും. പമ്പിൽ ഡിഫറെന്റ് എമൗണ്ട് ഓഫ് ഡിസ്ചാർജ് കിട്ടുമ്പോൾ ഓരോ വാല്യൂന്റെ ഹെഡിന്റെ വാല്യൂ എങ്ങനെ മാറും, എഫിഷ്യൻസിന്റെ വാല്യൂ എങ്ങനെ മാറും, പവർ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് ഏത് രീതിയിൽ വേരി ചെയ്യും. ഇതൊക്കെ by doing varying certain values and doing different sets of tests, അതിൽ നിന്ന് കിട്ടുന്ന പ്ലോട്ട് ചെയ്യുന്ന വാല്യൂസിനെ കൊണ്ട് പ്ലോട്ട് ചെയ്യുന്ന കർവാണ്. പിന്നെ എന്തിനാണ് ഈ കർവ്? ദീസ് കർവ്സ് ആർ വെരി വെരി നെസസറി ടു പ്രെഡിക്ട് ദ പെർഫോമൻസ്. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പെർഫോമൻസ്, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ബിഹേവിയർ. ഓക്കെ, ഈ ബിഹേവിയറും പെർഫോമൻസും ഒക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് അണ്ടർ ഡിഫറെന്റ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് ഡിഫറെന്റ് ഫ്ലോ റേറ്റ്, ഡിഫറെന്റ് ഡിസ്ചാർജ്, ഡിഫറെന്റ് ഹെഡുകൾ, ഡിഫറെന്റ് സ്പീഡുകൾ, ഇതിന്റെയൊക്കെ അണ്ടറിൽ ഈ വാല്യൂസ് ഒക്കെ മാറുമ്പോൾ പമ്പ് എങ്ങനെ ബിഹേവ് ചെയ്യും, ഹൗ ഇസ് ദ പെർഫോമൻസ് ഓഫ് എ പമ്പ് വേരി. ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വി ഹാവ് ടു നോ ദ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ദ പമ്പ് എക്സിബിറ്റ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ദീസ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. നമ്മളൊരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഒരു പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകും. നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിന് ഇത്രയും കേർവ്സിന്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വി ഹാവ് an amount of usage, ഒരു ലിമിറ്റ് ഓഫ് യൂസേജ്. നമ്മൾ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ആ പമ്പ് ഒരു ദിവസം യൂസ് ചെയ്യും, അതിന് എത്ര യൂണിറ്റ് കറണ്ട് നമുക്ക് ചിലവാകുന്നുള്ളതിന് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടല്ലോ. നമ്മൾ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. ചില ദിവസങ്ങളിൽ ഇപ്പം വീട്ടിലെന്തെങ്കിലും വലിയ ഫംഗ്ഷൻ വരുന്നുണ്ട്, ആ സമയത്ത് മാത്രം ചിലപ്പോൾ കുറച്ച് അധികം വർക്ക് ചെയ്യേണ്ടി വരും. അല്ലാത്തടത്തോളം കാലം ഡൊമസ്റ്റിക് യൂസേജിനൊക്കെ എപ്പോഴും ഓൾമോസ്റ്റ് സെയിം ആണ്, കാരണം കോൺസ്റ്റന്റ് പവർ സപ്ലൈ കിട്ടും. ബട്ട് ഇൻഡസ്ട്രിയൽ യൂസേജിന് ഇതിന്റെ ഈ വാല്യൂസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് പർപ്പസസിന് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം ഒരു വലിയൊരു അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഇഫ് യു വാണ്ട് ടു വാട്ടർ ദ അഗ്രികൾച്ചറൽ ഫീൽഡ്, അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ പമ്പ് വിൽ ബി ടോട്ടലി ഡിഫറെന്റ് ഫ്രം ദ കൈൻഡ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് യു ഇൻസ്റ്റാൾ ഇൻ ആൻ ലേഔട്ട് പ്ലാന്റ്. ഒരു വർക്കിംഗ് പ്ലാന്റിൽ നമ്മൾ if you have to lift an amount of liquid, അത് slurry ആവാം, വാട്ടർ ആവാം, എന്തും ആവാം, from a bottom surface to an elevated surface, അവിടെ യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ പമ്പ് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. സോ ഇൻ ഓർഡർ ടു install a centrifugal pump for an industrial purpose, it is very important that we know about the characteristics of a pump. അതിനാണ് ഇത് വരക്കുന്നത്. Now മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് curves എന്ന് പറഞ്ഞാൽ പമ്പിന്റെ, അതായത് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് എപ്പോഴും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എക്സ് ആക്സിസിൽ സ്പീഡ് ആയിരിക്കും. പമ്പിന്റെ സ്പീഡ് ചെറിയ സ്പീഡിൽ എന്തൊക്കെയാണ്, വലിയ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെ മാറ്റം വരും, ഇതാണ് എപ്പോഴും ഉണ്ടാവുക. വൈ ആക്സിസിൽ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവിൽ എപ്പോഴും വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് പവർ വരും. രണ്ടാമത്തത് ഹെഡ് വരും, മാനോമെട്രിക് ഹെഡ് വരും, ടോട്ടൽ ഹെഡ്. മൂന്നാമത്തെ ഡിസ്ചാർജ് വരും. ഈ കാര്യങ്ങൾ എക്സും വൈ ആക്സിൽ പ്ലോട്ട് ചെയ്യുന്നതാണ് നമ്മൾ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി ഈ കർവ്സ് എങ്ങനെ വരിക എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല, ഞാൻ ഒറ്റയടിക്ക് കാണിക്കാനാണ് പോകുന്നത്. അതായത് ഒരു എക്സ് ആക്സിസിൽ എല്ലാം പ്ലോട്ട് ചെയ്യും.
എക്സ് ആക്സിസ് ആണ്, ഇവിടെ സ്പീഡാണ്. വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഈ മൂന്നെണ്ണമാണ്. അതായത് പവർ വരും, പിന്നെ ഡിസ്ചാർജ്. ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത് വൈ ആക്സിസ്. ആദ്യം ക്യൂ നോക്കാം. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മൂന്ന് ഫാക്ടേഴ്സിനെ വിത്ത് റെസ്പെക്ട് ടു സ്പീഡാണ് ക്യാരക്ടറൈസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഇപ്പം ഡിസ്ചാർജിന്റെ അനാലിസിസ് വിത്ത് റെസ്പെക്ട് ടു ദ ഡിഫറെന്റ് സ്പീഡ്സ് ഓഫ് പമ്പ് നടത്തുന്ന സമയത്ത് ഞാൻ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അതായത് ഒരു പമ്പില് നമുക്ക് പമ്പ് എപ്പോഴും തരുന്ന എന്താണ്, എമൗണ്ട് ഓഫ് ഡിസ്ചാർജും തരും, ടു വാട്ട് ഹൈറ്റ് ദ വാട്ടർ ക്യാൻ ബി ക്യാരിഡ്, അതാണ് ഹെഡ്. ഇത് രണ്ടും തരും. ഹെഡും ഡിസ്ചാർജും മെയിൻ ഫാക്ടേഴ്സ് ആണ്. ബേസിക്കലി എച്ച് ക്യൂ കർവ്സ് എന്നാണ് ഇതിലൊക്കെ പറയുക, ഈ ക്യാരക്ടറിസ്റ്റിക് കർവ്സിനെ മുഴുവൻ. കാരണം ഏറ്റവും മേജർ ആയിട്ട് ഹെഡും ഡിസ്ചാർജുമാണ് ബേസിക്കലി നമുക്ക് എപ്പോഴും ഒരു പമ്പിന്ന് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. സോ ഒരു പർട്ടിക്കുലർ ഹൈറ്റ്, അതായത് ഡാറ്റം ലെവലിൽ ഒരു 1 മീറ്റർ ഹൈറ്റ് ഇത് ഞാൻ ഫിക്സ് ചെയ്യുന്നു. അതായത് ഹെഡ് 1 മീറ്റർ ആണ് ഫിക്സ് ചെയ്യുന്നത്. 1 മീറ്റർ ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ഓക്കെ, 1 മീറ്റർ ഹെഡിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പമ്പ് ഓൺ ചെയ്തിട്ട് അതിന്റെ സ്പീഡ് ഒരു 300 RPM ഫിക്സ് ചെയ്യുന്നു. 300 RPM എന്നല്ല, മോട്ടർ ഓൺ ചെയ്യുന്നു. അപ്പം മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ലോ സ്പീഡാണ്. ആ ലോ സ്പീഡിൽ 1 മീറ്റർ വരെ എത്തിക്കാൻ വേണ്ടി എത്ര എമൗണ്ട് ഓഫ് ഡിസ്ചാർജ് വരുന്നുണ്ട്, ആ സ്പീഡ് എല്ലാം ഇൻക്രീസ് ആകുമ്പോഴും 1 മീറ്റർ ഹെഡ് വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഡിസ്ചാർജ് ചെയ്ത രീതിയിലാണ് പോവുക എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് ആണ് ഞാൻ ഫസ്റ്റ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ആ ക്യൂ അല്ലെങ്കിൽ എന്താ പറയുക, ഡിസ്ചാർജിന്റെ ക്യാരക്ടറിസ്റ്റിക് ഓൾമോസ്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓൾമോസ്റ്റ് സ്ട്രൈറ്റ് ലൈൻ. ക്യൂ പ്രൊപ്പോർഷണൽ. ഇത് ക്യൂവിന്റെ കർവാണ്. ഇവിടെ എന്താണ്, എച്ച് കോൺസ്റ്റന്റ് ആക്കി വെച്ച്, ഡിസ്ചാർജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് കിട്ടും. ഇനി ഹെഡിന്റെ കർവ് എങ്ങനെയാണ് നോക്കാം. ഇപ്പൊ ഹെഡ് 1 മീറ്റർ എന്നുള്ള ഫിക്സേഷൻ ഞാൻ അങ്ങ് മാറ്റി. എനിക്ക് 1 മീറ്ററിൽ എത്തിക്കണം, 1.5 മീറ്ററിൽ എത്തിക്കണം, 2 മീറ്ററിൽ എത്തിക്കണം, 2.5 മീറ്ററിൽ എത്തിക്കണം. ബട്ട് ഈ ഹെഡിന്റെ ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്യുമ്പോൾ ഐ എം ഗോയിങ് ടു കീപ് ദ ഡിസ്ചാർജ് കോൺസ്റ്റന്റ്. ഓൾവേസ് ഇതൊരു 20 എന്താ പറയാ യൂണിറ്റ്സ് വെള്ളമാണ്, ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഓരോ സമയത്ത് തരുന്നതായിരിക്കും. സോ ഡിഫറൻറ്റ് സ്പീഡ്, ലോ സ്പീഡിലാകുമ്പോൾ 20 ക്യൂബിക് മീറ്റർ എമൗണ്ട് ഓഫ് ലിക്വിഡ് കിട്ടുന്നുണ്ട്. അപ്പം ഇത് എത്ര ഹൈറ്റ് വരെ പോകുന്നുണ്ട്. സ്പീഡ് എല്ലാം ഇൻക്രീസ് ചെയ്യുമ്പോൾ അഗൈൻ ഡിസ്ചാർജ് 20 ക്യൂബിക് മീറ്റർ തന്നെയാണ്. ബട്ട് ആ സമയത്ത് ഹൈറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാ എന്നുള്ള ആ കർവ് വരച്ചാൽ ഹെഡിന്റെ കർവ് ഏകദേശം ഈ രീതിയിലാണ്. ഇനീഷ്യലി അതായത് ഇറ്റ് കീപ്സ് ഓൺ ഇൻക്രീസിങ് അറ്റ് എ കോൺസ്റ്റന്റ് ലെവൽ, ബട്ട് ആഫ്റ്റർ ആൻ എമൗണ്ട് ഓഫ് സ്പീഡ്, ഒരു മീഡിയം സ്പീഡിന് ശേഷം ഹെഡിന്റെ കർവ് എപ്പോഴാണ് ഇറ്റ് അബ്രപ്റ്റ്ലി ഇൻക്രീസസ്. അത് നമുക്ക് h(n²) എന്ന് പ്ലോട്ട് ചെയ്യാം. അതായത് ആഫ്റ്റർ എ സർട്ടൻ വാല്യൂ സ്പീഡിന്റെ ഡബിൾ ആയിട്ട് ഹെഡ് വരും. ഒരു സർട്ടൻ സ്പീഡിൽ എത്തുമ്പോഴേക്കും ഹെഡ് അതിന്റെ ഡബിൾ ആയി മാറും. ഇതെങ്ങനെയാണ്, ഇവിടെ ക്യൂ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് ഹെഡിന്റെ കർവ് പ്ലോട്ട് ചെയ്യാം. ഇനി പവർ നോക്കാം. പവർ എങ്ങനെ വരുന്നത്, സി ഇതൊക്കെ എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വി ഹാവ് ഡെഫിനിറ്റ് ഇക്വേഷൻസ് അല്ലെ. ഹെഡും സ്പീഡും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ട്, അതേപോലെ ക്യൂവും സ്പീഡും റിലേറ്റ് ചെയ്യാൻ ഇക്വേഷൻസ് ഉണ്ട്. പ്രീവിയസ് റിലേഷൻഷിപ്സ് നമുക്കിത് കിട്ടുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി പവറിന്റെ പ്ലോട്ട് വരുന്നത് by keeping the both values of discharge and head as constant. ഡിസ്ചാർജും ഹെഡും രണ്ടും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് പവർ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, പവറിന്റെ കർവ് ഏകദേശം നമ്മളെ ഹെഡ് എങ്ങനെ വന്നാൽ അതേപോലെ വരും, ബട്ട് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഈ രീതിയിലാണ് പവറിന്റെ കർവ്. ഇത് അതായത് സ്മോൾ ഇൻക്രിമെന്റ് ഇൻ സ്പീഡിൽ തന്നെ ലാർജ് പവർ കിട്ടും when Q and H are constants.
and power is equal to cube of n. ഇത്രയും വലിയ വാല്യൂയിലേക്ക് പവർ മാറും. When you keep h and q constant. ഇതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് കർവ്, അതായത് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ് ഓഫ് എ പമ്പ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും Yes, നോട്ട് sir. ചെയ്തില്ല. നമുക്ക് എങ്ങനെ ഇതെല്ലാം കിട്ടുന്നത്? നമ്മള് ഈ വാല്യൂസ് എങ്ങനെ കിട്ടുന്നതെന്നുള്ള ആലോചിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പം യുവിന്റെ വാല്യൂ നമുക്കറിയാം. യു ഈസ് ഈക്വൽ ടു 5bn/60. ഇത് അറിയുന്ന വാല്യൂ അല്ലേ നമുക്ക്? We also know that u is proportional to square root of hm. പഴയ ഇക്വേഷൻ നമുക്കറിയാം, റൂട്ട് ഓഫ് എച്ച് എമ്മിന് പ്രൊപ്പോർഷൻ ആണ് യു. മനസ്സിലാകുന്നുണ്ടോ? ഈ രണ്ട് ഇക്വേഷൻ റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? റൂട്ട് ഓഫ് എച്ച് എം ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഡി ഇൻറ്റു എൻ. അതായത് റൂട്ട് എച്ച് എം by product of dn equal to constant. ഇങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം? റൂട്ട് ഓഫ് എച്ച് എം ബൈ ഡി എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലേ? So, അങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാൻ പറ്റും? ഈ കർവിനെ പറ്റി എനിക്ക് എഴുതിക്കൂടെ? റൂട്ട് ഓഫ് എച്ച് എം ബൈ ഡി എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇത് റൂട്ട് ഓഫ് എച്ച് എം ആണ്. ദാറ്റ് മീൻസ് എച്ച് എം ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് എച്ച് അല്ലേ? റൂട്ട് ഓഫ് എച്ച് എം ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു, എഴുതിക്കൂടെ? റൂട്ട് ഓഫ് എച്ച് എം ബൈ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത് പ്രൊപ്പോർഷണൽ ടു ഇങ്ങനെ എഴുതിക്കൂടെ? എച്ച് എം ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി എൻ. So hm should be proportional to d square into n square. That means hm should be proportional to n square. അല്ലേ? yes, sir. സോ നമുക്ക് ഈ ഒരു കർവ് ഉണ്ട്. ഇത് ബേസിക്കലി ഒരു പാരബോളിക് കർവാണ്. ഇതിനെ നമ്മൾ പാരബോളിക് കർവ് എന്ന് പറയാം. ഇതേപോലെ തന്നെ പ്രീവിയസ് റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് കിട്ടും? പി ഈസ് ഈക്വൽ ടു എൻ ക്യൂബ് അല്ലെ പി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ് എന്നും കണ്ടുപിടിക്കാം. ഈ കർവ് നോട്ട് ചെയ്തിട്ടില്ല ഇത്? ജസ്റ്റ് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തോ, കാരണം ഇത് ഓൾറെഡി അവൈലബിൾ ആണ് ഈ സാധനങ്ങൾ. നിങ്ങൾ എഴുതിയ റിലേഷൻസിൽ തന്നെ ഇതുണ്ട്.
Second, operating characteristics. Operating characteristics എടുത്താൽ ഇവിടെ യൂഷ്വലി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എക്സ് ആക്സിസിൽ ഡിസ്ചാർജ് ക്യൂ ആണെങ്കിൽ വി ഹാവ് ടു വേരി ദ ഡിസ്ചാർജ്. വൈ ആക്സിസിൽ വരുന്ന പ്ലോട്ടുകൾ എഫിഷ്യൻസി, efficiency values, power, E values, പിന്നെ head, pressure head. Pressure head എടുത്താണ്. ഇത് pressure head ആണ്. ടോട്ടൽ ഹെഡ് പ്രഷർ ഹെഡ് ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ ഹെഡ് ലോസസ് വളരെ കുറച്ചേ വരുന്നുള്ളൂ. ഇതാണ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടർ. എക്സ് ആക്സിസിൽ ഡിസ്ചാർജ് വരും, വൈ ആക്സിസിൽ എഫിഷ്യൻസി, പവർ, ഹെഡ്, ഈ കാര്യങ്ങൾ വരും. ഗ്രാഫിക്കൽ പ്ലോട്ട് എങ്ങനെ വരും? എഫിഷ്യൻസി വരും, പവർ വരും, ആദ്യം ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഹെഡാണ്. പ്രഷർ ഹെഡ് എങ്ങനെയാണ് നോക്കാം. പ്രഷർ ഹെഡിനെ ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ രീതിയിലാണ് ബാക്കി എടുക്കേണ്ടത്. സപ്പോസ് പമ്പിന്റെ ഒരു വാൾവ് ഉണ്ട്, ഡിസ്ചാർജ് വാൾവാണ്. ഇതാണ് ഡിസ്ചാർജ് പൈപ്പ്. ഈ പമ്പിലേക്ക് സക്ഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിന്റെ ഫംഗ്ഷൻ മാത്രം നോക്ക്, ഫിഗർ എത്ര ശ്രദ്ധിക്കണ്ട. ഇനീഷ്യലി പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡെലിവറി വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. ഇത് സക്ഷൻ സൈഡ്, ഡെലിവറി സൈഡ്, ഇമ്പല്ലർ, കേസിംഗ്. ഡെലിവറി വാൾവ് ക്ലോസ് ആയിരിക്കും നമ്മളുടെ സക്ഷൻ നടക്കുന്നത്. ഇനീഷ്യലി സക്ഷൻ നടന്ന് ഇതിലൂടെ വെള്ളം ഫ്ലോ ചെയ്ത് വെള്ളം ഹൈ വെലോസിറ്റി പ്രഷറിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നു, ഹൈ പ്രഷറിൽ ഇങ്ങോട്ട് വന്നു. ദെൻ ഡെലിവറി വാൾവ് ഇസ് ക്ലോസ്ഡ്. ഇത് ഹൈ പ്രഷറിലൂടെ നിൽക്കും. Now when I slowly start opening the delivery, ഇതിങ്ങനെ കുറച്ച് ഓപ്പൺ ചെയ്ത് വരും. ഒറ്റയടിക്കല്ല ഓപ്പൺ ചെയ്യാം, സ്ലോലി ആണ് ഓപ്പൺ ചെയ്യാം. വെള്ളം നേരേക്ക് ഗഷ് ചെയ്ത് പോകാൻ തുടങ്ങും. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ പ്രഷർ കുറയാൻ പറയും അല്ലെ, ഫ്ലോ റേറ്റ്, ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഡിസ്ചാർജ് 0 ആണ് വാൾവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എന്താണ് പ്രഷർ, ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ ഹെഡ് എന്താ ഭയങ്കര ഹൈ ആയിരിക്കും. ബട്ട് മെല്ലനെ വാൾവ് തുറക്കുമ്പോൾ ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യണം. കാരണം പുറത്തേക്ക് കുറച്ചായിട്ട് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഫൈനലി ഡിസ്ചാർജ് ലാർജ് വാല്യൂയിൽ വരും വെൻ ടോട്ടൽ വാൾവ് ഈസ് ഓപ്പൺ. ആ സമയത്ത് പ്രഷർ എന്താ സംഭവിക്കുന്നത്? ഹൈ പ്രഷറിൽ നിൽക്കുന്ന സാധനം ഡിസ്ചാർജ് കൂടുമ്പോൾ മെല്ലന്റെ പ്രഷർ കുറഞ്ഞു വരും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? Yes, sir. So if I plot the graph of head versus discharge, ഇതിന്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയാണ്. ഒരു ഹൈ വാല്യൂന്ന് കുറവിലേക്ക് വരുന്നത്. ഹെഡിന്റെ പ്ലോട്ടാണ് ഇത്. മനസ്സിലാകുന്നുണ്ടോ? ഈ പവർ എടുത്തോട്ട്, പവർ നമുക്ക് രണ്ടെണ്ണമുണ്ട്, ഇൻപുട്ട് പവർ ഉണ്ട്, ഔട്ട്പുട്ട് പവർ ഉണ്ട്. ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ സക്ഷൻ റീജിയനിലേക്ക് ആദ്യം വരുന്ന പവർ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലോ ഫൈനലി ഡെലിവറി സൈഡിലേക്ക് എത്തുന്ന പവർ.
ഇൻപുട്ട് പവറിന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം ഞാൻ ഇവിടെ വരക്കാം. എക്സ്പ്രഷൻസ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്ത നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. സോ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഒരു ലാർജ് എമൗണ്ട് ഓഫ് പവർ കൊടുക്കുമ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ഡെലിവറി വാൾവ് ക്ലോസ്ഡ് ആയി അല്ലെ? സോ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഒരു പവർ ഉണ്ടാവും. സോ ഡിസ്ചാർജ് സീറോ ആകുമ്പോഴും ഇൻപുട്ട് പവർ ഒരു സർട്ടൺ വാല്യൂയിൽ ഉണ്ടാവും. ഒരു സർട്ടൺ വാല്യൂ ഇൻപുട്ട് പവർ. അവിടെ നിന്ന് ഇൻപുട്ട് പവറിന്റെ കർവ് വരുന്നത് ഏകദേശം ഈ രീതിയിലാണ്. ഒരു ഹാഫ് വേ ഓഫ് ഡിസ്ചാർജ് വരെ പ്രൊപ്പോർഷണൽ ആയി പോയിട്ട് പിന്നെ ഇറ്റ് ഷോസ് എ സ്ലൈറ്റ് കോൺസ്റ്റന്റ് വാല്യൂ. കുറച്ച് കഴിയുമ്പോൾ ഈ പവർ കോൺസ്റ്റന്റ് ആയി നിൽക്കും. ആഫ്റ്റർ എ റേറ്റ് ഓഫ് പവർ ഈസ് റീച്ച്, സോറി ഡിസ്ചാർജ് ഈസ് റീച്ച്. സോ ഇത് ഇൻപുട്ട് പവർ ആണ്. അതേസമയം ഔട്ട്പുട്ട് പവർ എങ്ങനെയായിരിക്കും? ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിസ്ചാർജ്, അതായത് സീറോ, ഡെലിവറി വാൾവിൽ ഡിസ്ചാർജ് സീറോ ആവുന്ന സമയത്തും അവിടെ, കാരണം ദ പവർ വിൽ ബി ഡയറക്ട്ലി ട്രാൻസ്ഫേർഡ് ടു ദി ഡെലിവറി വാൾവ് അല്ലെ? സോ ഫ്രം സീറോ പൊസിഷനിൽ തന്നെ നമുക്ക് പവറിന്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. ഔട്ട്പുട്ട് പവറിൽ അതിന്റെ ഏകദേശം ഒരു കാര്യം, ഏകദേശം ഒരു പ്ലോട്ട് ഈ രീതിയിലാണ്. കാരണം പിന്നീട് ഔട്ട്പുട്ട് പവർ വളരെ കുറവായിട്ട് വരും. നമ്മൾ എഫിഷ്യൻസിന്റെ എല്ലാ ഇക്വേഷനിലും ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എടുക്കുമ്പോൾ ന്യൂമറേറ്റർ വാല്യൂ ഔട്ട്പുട്ട് എപ്പോഴും ലോ ആയിരിക്കും വരിക. കാരണം എന്താ? ഫംഗ്ഷൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. ഔട്ട്പുട്ട് പവറിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ രീതിയിലാണ്. ഔട്ട്പുട്ട് പവർ. If I plot the value of efficiency method from zero discharge, this is efficiency. Operating characteristics ആണ്. ഔട്ട്പുട്ട് പവർ വിൽ സ്റ്റാർട്ട് ഫ്രം ഒറിജിൻ. ഡിസ്ചാർജ് സീറോ ആകുമ്പോഴും ഔട്ട്പുട്ട് പവറിലോ, കാരണം ഔട്ട്പുട്ട് പവറിന്റെ ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ഇത് റോ എ ബി ഇൻറ്റു ജി എച്ച് ആയിരുന്നു. റോ എ ബി ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് വാസ് റോ എ ബി ജി എച്ച്? ഇതിൽ എ ബി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ് അല്ലെ? റോ ക്യൂ ജി എച്ച് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ക്യൂ സീറോ ആണെങ്കിലും യു വിൽ ഹാവ് എ വാല്യൂ ഓഫ് സീറോ പവർ, സീറോ സ്റ്റാർട്ട് ചെയ്യാം. ക്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിംഗ്ലി പവറും വേരി ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി ഒരു കർവും കൂടിയുണ്ട്, അത് കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്സ് ആണ്. അതെന്താന്നുള്ളത് ബേസിക്കലി ഹെഡ് വേഴ്സസ് ഡിസ്ചാർജ് കർവ്, എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവ്. എഫിഷ്യൻസി ഡിസ്ചാർജ് മാത്രം എടുത്ത് നോക്കിയിട്ട് അതിന്റെ ഡിഫറെന്റ് പ്ലോട്ടും, ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ഡിസ്ചാർജിന് ഡിഫറെന്റ് എഫിഷ്യൻസീസ് കിട്ടുന്ന പ്ലോട്ടും. അതായത് സിമിലർലി ഡിഫറെന്റ് ഹെഡ്സ് വിത്ത് ഹെഡിന്റെ കർവ് നമുക്കറിയാം. ഡിഫറെന്റ് വാല്യൂസ് ഓഫ് കർവ് എടുത്ത് നോക്കാം, ഓരോന്ന് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട്. അതെന്താന്നുള്ളത് ഞാൻ ആ നോട്ടിൽ അപ്ലോഡ് ചെയ്യും. ആ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ അതേപോലെ തന്നെ നോക്കിയാൽ മതി. ഓക്കെ, ഒരു ടോപ്പിക് കൂടി നമുക്ക് നോക്കാനുണ്ട്. ദാറ്റ് ഈസ് കാവിറ്റേഷൻ. എന്താണ് കാവിറ്റേഷൻ? Cavitation. Cavitation in centrifugal pumps. എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞാൽ, കാരണം നമ്മളിപ്പോ ഇതിപ്പോ ഓൾമോസ്റ്റ്
ആകെ 9 hours ആണ് നിങ്ങളുടെ സിലബസിൽ ഈ ചാപ്റ്ററിന് വേണ്ടി പറയുന്നത്. നമ്മളിപ്പോൾ എടുത്തത് എത്ര അവറായി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത് 27-ാം തീയതിയായിരുന്നു, 27/05 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എത്രയായി എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 9-ാമത്തെ അവറാണ്. ഇന്നേക്ക് 9-ാമത്തെ അവറാണ്. സോ ഇന്ന് ഐ ഫിനിഷ് ഓഫ് ദീസ് ടോപ്പിക്സ്. റിമൈനിങ് ആയിട്ടുള്ള ചെറിയ 1-2 സ്മോൾ റിലേഷൻസ് ഉള്ള ടോപ്പിക് ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ അവിടെ വെച്ച ഒരു 20% പോലെ തന്നെ ഈ 20% കൂടി ആണ് നോക്കുക. അത് നമ്മൾ റിവിഷൻ സമയത്ത് നമുക്ക് കവർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ, കാരണം അല്ലാണ്ട് പോയാൽ നമുക്ക് ഇനിയും അവേഴ്സ് എടുക്കേണ്ടി വരും. ലെറ്റ് മീ സി എത്രത്തോളം പോകുന്നുള്ളത് നോക്കുന്നു നോക്കാം. ഓക്കെ, വാട്ട് ഈസ് കാവിറ്റേഷൻ? ഈ cavitation is defined as the phenomenon of formation of vapor bubbles of a flowing liquid in a region where the pressure of the liquid falls below its vapor pressure, and the sudden collapsing of these vapor bubbles in a region of higher pressure. എന്താണ് ബേസിക് ആയിട്ട് ഐഡിയ? ഞാൻ പറയാം. ഒരു കണ്ടെയ്നറിൽ you have an amount of water. ഇതൊരു 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം ഉപയോഗിക്കും. ഈ വെള്ളം ഉള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്. ഈ ഇതിന്റെ മേലെയുള്ള ഒരു റീജിയൻ, ഈ റീജിയനിൽ എയർ മാത്രമാണ്. ഇവിടെ ഒരു പ്രഷർ P1 ഉണ്ട്. ഞാൻ ഇതിന് ഹീറ്റ് കൊടുക്കും. സോ നോർമലി 100 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കാം? ഇത് ബോയിൽ ആവുന്നത്. ബോയിൽ ആവുന്ന നടക്കുമ്പോൾ വാട്ടർ വേപ്പർ മോളിക്യൂൾസ് ഇങ്ങനെ ജനറേറ്റ് ആവും. വാട്ടർ വേപ്പർ മോളിക്യൂൾസ് ജനറേറ്റ് ആവും. മനസ്സിലാവുന്നില്ലേ? ഈ വാട്ടർ വേപ്പർ മോളിക്യൂൾസ് ഈ വാട്ടർ ബോഡിയുടെ മേലേക്ക് ഒരു പ്രഷർ റിയാക്ഷൻ ആയിട്ട് കൊടുക്കും. ആ റിയാക്റ്റീവ് പ്രഷർ imparted by the water vapor molecules onto the water body is known as vapor pressure. ഇതിനാണ് വേപ്പർ പ്രഷർ. ഇതിനെ വേപ്പർ പ്രഷർ. Now consider the same container. ഈ സെയിം കണ്ടെയ്നറിൽ ഇതിന്റെ amount of water ഉണ്ട്. Okay, ഇത് 20 ഡിഗ്രി സെൽഷ്യസിലാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണുള്ളത്. ഇമാജിൻ ഈ സൈഡിലുള്ള പ്രഷർ ഒരു ഡിഫറെന്റ് പ്രഷർ P2 ഞാൻ കീപ്പ് ചെയ്യും. P2 be always less than P1. ഇവിടെയുള്ള പ്രഷർ ഇവിടെ ആദ്യത്തെ കണ്ടെയ്നർ ഉണ്ടായ പ്രഷറിനെക്കാട്ടി കുറവാണ്. അഗെയിൻ ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യും. സിൻസ് ഇവിടുത്തെ പ്രഷർ ലോ ആണ് ഇതിനെക്കാട്ടി എന്നുള്ളത് കൊണ്ട് ഈ വെള്ളം ബോയിൽ ആവാൻ 100 ഡിഗ്രി സെൽഷ്യസ് എത്തേണ്ട ആവശ്യമില്ല. ഇത് സാധാരണ സെൻസാണ്, യൂസിങ് കോമൺ സെൻസ്. നമുക്കിത് ഈ പ്രഷർ കുറവായതുകൊണ്ട് ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് എത്തണ്ട. അതിന് മുന്നേ എന്ത് ചെയ്യും? ഇത് കുറയാൻ പറ്റും അല്ലെ? അറ്റ് വൺ പോയിന്റ് എന്താ സംഭവിക്കുന്നത്? ഈ പ്രഷർ, അതായത് ഈ പ്രഷർ കുറച്ചുകൊണ്ട് വരുമ്പോൾ എന്താ ചെയ്യുക? ഈ 100 ഡിഗ്രി സെൽഷ്യസിന് ചെറിയ ടെമ്പറേച്ചറിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കും, ബോയിലിംഗ്. ഇനി ഒരു സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ഈക്വൽ ആണ് ഈ P2 will reach equal to atmospheric at one point. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ബോയ്സ്? Yes, sir. ഈ റീജിയനിലേക്ക് എത്തും. ഓക്കെ, ഇനി ഒന്നും കൂടി കാവിറ്റേഷൻ എന്താന്നുള്ളത് ഞാൻ പറയാം. ഇനി ഈ ടേംസ് വെച്ചിട്ട് അതൊന്നും മനസ്സിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. Cavitation is defined as the phenomenon of formation of vapor bubbles of a flowing liquid in a region where the pressure of the liquid
falls below its vapor pressure and the sudden, അതായത് ഇപ്പം അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ ഈ P1 എന്താ മാറിയത്? സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേപ്പർ പ്രഷർ ഡെവലപ്പ് ആകുന്നുണ്ട്. സോ ജസ്റ്റ് ഇമാജിൻ, ഞാൻ ഈ ഉള്ളിലത്തെ പ്രഷർ അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടി കുറവായിട്ട് കൊണ്ടുവരുമ്പോൾ വളരെ ചെറിയ ടെമ്പറേച്ചറിൽ ഇത് ഹീറ്റ് ആവുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഓൾറെഡി വേപ്പർ പ്രഷർ ഡെവലപ്പ് ആകുന്നു. അപ്പൊ ആ വേപ്പർ പ്രഷർ ഡെവലപ്പ് ആകുമ്പോൾ ബബിൾസ് ജനറേറ്റ് ആകുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഈ ലിക്വിഡിന്റെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിലായിരുന്നു ഇത്, അതിനെക്കാട്ടി താഴെ ഇവിടെ വന്നു. സോ ഇത് ഹീറ്റ് ആകുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടിയും താഴെയും പോകുന്നുണ്ട്, ഇവിടെ ഡെവലപ്പ് ആകുന്ന വേപ്പർ പ്രഷറിനെക്കാട്ടിയും താഴെയും പോകുന്നുണ്ട് ഈ ലിക്വിഡിന്റെ പ്രഷർ. സോ ഈ വേപ്പർ ബബിൾസ് ജനറേറ്റ് ആയി. അപ്പൊ ഈ ജനറേറ്റ് ആകുന്നത് ഈ സെക്കൻഡ് കണ്ടീഷനിൽ എവിടെയാണ്? വേപ്പർ പ്രഷറിനാട്ടിക്കും താഴെയാണ് ഈ ലിക്വിഡിന്റെ പ്രഷർ പോകുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻസ്? പെട്ടെന്ന് തന്നെ ഈ വേപ്പർ ബബിൾ വിൽ സ്റ്റാർട്ട് കൊളാപ്സിങ്. ഇത് പൊട്ടാൻ തുടങ്ങും. കാരണം certain റീജിയനിൽ ഹൈ പ്രഷർ ഡെവലപ്പ് ആകുന്നു. When these vapor bubbles collapses, a very high pressure is created. അത് കൊളാപ്സ് ആകുന്ന റീജിയനിൽ ഹൈ പ്രഷർ ജനറേറ്റ് ആകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ കണ്ടെയ്നർ ഒരു മെറ്റൽ കണ്ടെയ്നർ വന്നില്ല. ഈ മെറ്റൽ കണ്ടെയ്നറിൽ ഈ വേപ്പർ ബബിൾസ് പൊട്ടുന്ന സമയത്ത് ആ ഡെവലപ്പ് ആകുന്ന ഹൈ പ്രഷർ, ആ റീജിയനിലെ ഹൈ പ്രഷർ എപ്പോഴും ഈ ക്യാനിന്റെ മേലേക്കാണ് പ്രഷർ കൊടുക്കുക. Those regions are subjected to these high pressures. അപ്പൊ അങ്ങനെ എപ്പോ നോക്കിയാലും ആ ഹൈ പ്രഷർ ഒരു certain റീജിയനിൽ തന്നെ ഈ certain ഹൈ പ്രഷേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ പ്രഷർ കൊണ്ട് അവിടെ എന്താ ഉണ്ടാവും? അവിടെ ചെറിയ കൊറോഷൻ ഉണ്ടാവും, സ്പിറ്റിംഗ് കൊറോഷൻ അല്ലെങ്കിൽ സ്പിറ്റിംഗ് ആക്ഷൻ ഉണ്ടാവും. ഒരു ലാർജ് ഫോഴ്സ് ആ ബോഡിയുടെ മേലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ദ മെറ്റൽ കണ്ടെയ്നർ അല്ലെങ്കിൽ ആ റീജിയൻസ് ഓഫ് ദാറ്റ് മെറ്റൽ കണ്ടെയ്നർ വിൽ സ്റ്റാർട്ട് ഫോമിങ് ക്യാവിറ്റീസ് അല്ലെങ്കിൽ പോർസ്. അതുപോലെ തന്നെ ഈ ക്യാവിറ്റീസ് ഫോം ചെയ്യും, അത് വീണ്ടും എന്താ പറയുക, ദാറ്റ് പോർഷൻ ബിക്കംസ് ബ്രിട്ടിൽ ആൻഡ് വീക്കർ. ദ കണ്ടെയ്നർ വിൽ സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ്. സോ ഈ ഒരു ഫിനോമിനൻ, അതിനാണ് നമ്മൾ ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ക്യാവിറ്റി ഫോം ചെയ്യുന്നത്. ക്യാവിറ്റി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? വെള്ളം ഹീറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇവിടെ വേപ്പർ ബബിൾ ഫോം ചെയ്യുന്നത്. എപ്പോഴാണ് വേപ്പർ ബബിൾ ഫോം ചെയ്യുന്നത്? ഈ വെള്ളത്തിന്റെ പ്രഷർ ഇവിടെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷറിനെക്കാട്ടിയും കുറയുമ്പോൾ. ബട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന വേപ്പർ ബബിൾസ് സഡൻ ആയിട്ട് പൊട്ടിപ്പോകും. കാരണം certain റീജിയനിൽ ഹൈ പ്രഷർ ഡെവലപ്പ് ആകുമ്പോൾ ആ റീജിയനിലെ വേപ്പർ ബബിൾസ് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഈ പൊട്ടിപ്പോകുമ്പോൾ ഈ ഹൈ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആർ ഡയറക്ട്ലി ആക്ടിങ് അഗെയിൻസ്റ്റ് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ, അല്ലെങ്കിൽ ആ മെറ്റൽ കണ്ടെയ്നറിന്റെ വാൾസിലേക്ക് ശക്തമായിട്ട് ഇത് പതിക്കും. ആ സമയത്ത് അവിടെ certain ക്യാവിറ്റീസ് ഫോം ചെയ്യും. ആ ക്യാവിറ്റീസ് അല്ലെങ്കിൽ ആ ഫോർമേഷൻ ഓഫ് ദീസ് certain ക്യാവിറ്റീസ് is known as cavitation phenomena. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Okay. We'll do one thing. For the time being, സെക്കൻഡ് മോഡ്യൂളിൽ ചെറിയൊരു പോർഷനാണ് ബാക്കിയുള്ളത്. ക്യാവിറ്റീസിന്റെ കുറച്ച് എഫക്റ്റും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഒരു ഫ്യൂ മോർ അവേഴ്സ് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിന് വേണ്ടി മാറ്റി വെക്കാൻ ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദിസ് ടോപ്പിക്. അല്ലെങ്കിൽ സ്ട്രേറ്റ് അവേ മൂവ് ടു തേർഡ് മോഡ്യൂൾ. ഓക്കെ? Okay, sir. And we'll come back to the leftover portions later. Okay, sir. Okay. അതിനുശേഷം നിങ്ങളെ ഈ സീരീസിന്റെ ഇത് ഡേറ്റ് വന്നോ?